നിലച്ചതോടെ മേഖലയിലെ നിർധന രോഗികൾ ദുരിതത്തിലായി. പള്ളിപ്പുറം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനമാണ് കഴിഞ്ഞ 6 മാസത്തോളമായി അടഞ്ഞുകിടക്കുന്നത്. സ്ഥാപനത്തിലെ ജീവനക്കാരി സ്ഥലം മാറിപ്പോയതോടെയാണ് ഹെൽത്ത് സെന്ററിന്റെ പ്രവർത്തനം നിലച്ചത്. തസ്തികയിലേക്ക് പുതിയ ജീവനക്കാരെ നിയമിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. ഇതോടെ മേഖലയിലെ നിർധന കുടുംബങ്ങൾ ദുരിതത്തിലായി. പരുതൂർ, പരുവക്കുളം, തെക്കേക്കുന്ന്, കൈതക്കുന്ന് തുടങ്ങിയ കോളനികളിലെ ജനങ്ങളുടെ ഏക ആശ്രയമാണ് പരുതൂർ സബ് സെന്റർ. ഇതിന്റെ പ്രവർത്തനം നിലച്ചതോടെ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് പള്ളിപ്പുറം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തെ സമീപിക്കേണ്ട അവസ്ഥയാണ്. രോഗികളെ ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ ഭീമമായ തുക വാഹനങ്ങൾക്ക് നൽകേണ്ട അവസ്ഥയാണ്. ഇന്ത്യൻ പോപ്പുലർ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി ആശുപത്രിക്കായി സ്ഥലം വിട്ടു നൽകിയ PP അച്യുതന്റെ സ്മരണാർത്ഥമാണ് ഹെൽത്ത് സെന്റർ നിർമ്മിച്ചത്. പ്രാഥമിക ശുശ്രൂഷകളും മറ്റുമാണ് ഇവിടെ ലഭ്യമായിരുന്നത്. പോളിയോ കുത്തിവയ്പ്, ഗർഭിണികൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ, ജലജന്യ രോഗങ്ങൾക്ക് എടുക്കേണ്ട പ്രതിരോധ മുൻകരുതലുകൾ എന്നിവയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. മേഖലയിലെ ജനങ്ങളുടെ ഏക ആശ്രയമായ പരുതൂർ സബ് സെന്ററിൽ ജീവനക്കാരെ നിയമിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CPM തൃത്താല ഏരിയ സെക്രട്ടറി A. നാരായണൻ മാസ്റ്റർ അന്തരിച്ചു. 63 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. DYFIയുടെ ആദ്യകാല രൂപമായ KSYFന്റെ പ്രവർത്തകനായിട്ടാണ് പൊതുജീവിതം ആരംഭിച്ചത്. തുടർന്ന് KSYFന്റെ ബ്ലോക്ക് ഭാരവാഹിയായി. ഏറെ നാൾ കപ്പൂർ ലോക്കൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ തൃത്താല ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം, കർഷക സംഘം ജില്ലാ ട്രഷറർ, തൃത്താല ഭവന നിർമ്മാണ സഹകരണ സംഘം പ്രസിഡന്റ്, സംസ്ഥാന സഹകരണ പെൻഷനേഴ്സ് അംഗം, കോപ്പറേറ്റീവ് കോളേജ് ഡയറക്ടർ ബോർഡ് അംഗം, കുമരനെല്ലൂർ മാർക്കറ്റിംഗ് സൊസൈറ്റി ഡയറക്ടർ, കപ്പൂർ പഞ്ചായത്ത് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സഹനത്തിന്റെയും സാഹോദര്യത്തിന്റെയും മതമൈത്രിയുടെയും പുണ്യവചനങ്ങൾ ഉരുവിട്ടും പ്രപഞ്ചനാഥനായ അല്ലാഹുവിൽ സ്വമേധയാ സമർപ്പണം ചെയ്തും ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. സൃഷ്ടാവായ ദൈവത്തിന്റെ മാർഗത്തിൽ ജീവിതം സമർപ്പിക്കുക എന്നതാണ് ബക്രീദിന്റെ സന്ദേശം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വല്ലില്ലാഹിൽ ഹംദ്. മാനവികതയുടെയും ആത്മത്യാഗത്തിന്റെയും സ്മരണയുയർത്തി വിശ്വാസ വൈകല്യങ്ങൾക്കെതിരെ ഏകദൈവ വിശ്വാസം ഊട്ടിയുറപ്പിച്ച പ്രവാചക ശ്രേഷ്ഠൻ ഇബ്രാഹിം നബിയുടെ ത്യാഗസമ്പൂർണമായ ജീവിതം അനുസ്മരിച്ച് മുസ്ലിങ്ങൾ വലിയ പെരുന്നാൾ ആഘോഷിച്ചു. പ്രവാചക പരമ്പരയുടെ പിതാവായ ഹസ്രത്ത് ഇബ്രാഹിം നബി ഏകമകനായ ഇസ്മായിലിനെ ദൈവത്തിന് ബലി നൽകുന്നത് തടയാൻ ശ്രമിച്ച പിശാചിനെ കല്ലെറിഞ്ഞോടിച്ചതിന്റെ സ്മരണ പുതുക്കിക്കൊണ്ട് ഹാജിമാർ മിനായിലെ ജംറയിൽ കല്ലേറ് കർമ്മം പൂർത്തിയാക്കിയതോടെ പെരുന്നാൾ ആഘോഷത്തിന് തുടക്കമായി. മാനവ ഏകത എന്ന സന്ദേശവും ദാനം ചെയ്യുന്നവൻ ഇഹത്തെയും പരത്തെയും നേടുന്നുവെന്നുള്ള സാക്ഷ്യപ്പെടുത്തലുമാണ് ബലിപെരുന്നാൾ. രാവിലെ തന്നെ പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലും വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരം നടത്തി. നമസ്കാരത്തിന് ശേഷം ഇഷ്ടമുള്ളതെന്തും ദൈവമാർഗത്തിൽ ത്യജിക്കുന്നതിനുള്ള സന്നദ്ധതയെ ഒരു ശക്തിക്കും തടയാനാകില്ലെന്ന വിശ്വാസത്തെ ഉറപ്പിക്കുന്നതിനായുള്ള മൃഗബലി നടന്നു. ഒരു ആഘോഷമെന്നതിലുപരി ദൈവമാർഗത്തിൽ സ്വന്തം ജീവിതം സമർപ്പിക്കുക എന്ന സന്ദേശമാണ് വലിയ പെരുന്നാൾ നൽകുന്നത്. പുതുവസ്ത്രങ്ങളണിഞ്ഞും പെരുന്നാൾ സദ്യ തയ്യാറാക്കിയും ബന്ധുവീടുകളിൽ സന്ദർശനം നടത്തിയും ചരിത്രവും വിശ്വാസവും ഇഴചേർന്ന് നിൽക്കുന്ന വലിയ പെരുന്നാൾ ആഘോഷത്തിന്റെ തിരക്കിലാണ് വിശ്വാസി സമൂഹം. ന്യൂസ് ഡെസ്ക് CCTV. ആത്മസംസ്കരണത്തിന്റെ വിശ്വാസദീപ്തിയാണ് ബക്രീദ് ആഘോഷം. പള്ളികളിലും ഈദ്ഗാഹുകളിലുമായി നടന്ന ബക്രീദ് നിസ്കാരത്തിന്റെ വിശദാംശങ്ങളിലേക്ക്. തളി ജുമാ മസ്ജിദിൽ ബലിപെരുന്നാൾ ദിനത്തിൽ 100 കണക്കിന് വിശ്വാസികൾ നിസ്കാരം നടത്തി. അൽ ഖത്തീബ് നൌഷാദ് ഫൈസി പ്രഭാഷണം നടത്തി. നിസ്കാരത്തിന് ശേഷം അവരവരുടെ കുടുംബങ്ങളിലെ മരിച്ചുപോയവർക്കു വേണ്ടി ഖബർസ്ഥാനിൽ പ്രാർത്ഥനകളും നടത്തി. മേലെ പട്ടാമ്പി സലഫി മസ്ജിദ് ഗ്രൗണ്ടിൽ നടന്ന നമസ്കാരത്തിൽ ശിഹാബ് എടക്കര മുഖ്യ പ്രഭാഷണം നടത്തി. അമ്പിയാക്കളുടെ പിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെയും കുടുംബത്തിന്റെയും സ്മരണയാണ് ബലിപെരുന്നാളിലൂടെ, ഹജ്ജ് അനുഷ്ഠാനങ്ങളിലൂടെ ലോക മുസ്ലിം സമൂഹം അയവിറക്കിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ കുടുംബത്തെ ഇത്രമാത്രം ലോകാവസാനം വരെ സ്മരിക്കാൻ ഇവരെ പ്രാപ്തരാക്കിയത് എന്നതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. നിരവധി വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. മേലെ പട്ടാമ്പി ടൗൺ മസ്ജിദിൽ നടന്ന നമസ്കാരത്തിൽ നാസർ ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി. എല്ലാ മതവിഭാഗങ്ങളും അനുസരിക്കുന്നു, എല്ലാ മതവിഭാഗങ്ങളും ബഹുമാനപ്പെട്ടവരെ അനുസരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഇവിടെ സിന്ധു നദീതട സംസ്കാരം, ഈ സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നത് മെസോപ്പൊട്ടേമിയ സംസ്കാരത്തിന്റെ അവശേഷിപ്പാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും.
നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. മേലെ പട്ടാമ്പി മദീന മസ്ജിദിൽ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന നമസ്കാരത്തിൽ ഷിഹാബ് പൂക്കോട്ടൂർ സിദ്ദീഖ് ഫൈസി പ്രഭാഷണം നടത്തി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചൊല്ലിയതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അവിടെ കിടക്കുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാം എഴുന്നേറ്റിരുന്നുകൊണ്ട് പറഞ്ഞു ഫഖാല ഇസ്മായിൽ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. തഫ്സീർ ഹാസിം നോക്കിയാൽ കാണാം ഈ സന്ദർഭത്തിൽ ആടും തക്ബീർ ചൊല്ലി. ആടിൽ നിന്നും തക്ബീറിന്റെ ഒരു മന്ത്രം കേൾക്കാൻ കഴിഞ്ഞതായി കൊണ്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറയുന്നു. നിരവധി വിശ്വാസികൾ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടു. ഇടവേള. ലെയ്സ് കോളേജ് കുന്നംകുളം. BCA, BBA, BCom, MBA, regular, part-time and distance classes. Leys College near bus stand, Vadakanjeri Road, Kunnamkulam. Phone 04885 645646 04885 203787. കേരള വിഷൻ ഡിജിറ്റൽ TV. കേബിൾ TV കാണുന്നതിനെ ഇന്നുള്ള അനലോഗ് രീതിയിൽ നിന്നും വ്യത്യസ്തമായി ഡിജിറ്റൽ കേബിൾ TV നിലവിൽ വന്നിരിക്കുകയാണ്. കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ 2014 സെപ്റ്റംബർ 30-നും ശേഷിക്കുന്ന പ്രദേശങ്ങളിൽ 2014 ഡിസംബർ 31-നും ഇത് പൂർത്തീകരിക്കപ്പെടുന്നതാണ്. കേന്ദ്ര സർക്കാർ നിയമം മൂലം സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ അനിവാര്യമാക്കിയിരിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട ചാനലുകൾ തുടർന്നും കാണുന്നതിന് ഓരോ ഉപയോക്താവും സെറ്റ് ഓഫ് ബോക്സുകൾ വീടുകളിൽ സ്ഥാപിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും സെറ്റ് ഓഫ് ബോക്സുകൾ സ്ഥാപിക്കുന്നതിനും നിങ്ങളുടെ കേബിൾ TV ഓപ്പറേറ്ററെ സമീപിക്കുക. നാമമാത്രമായ അധിക മാസവരി സംഖ്യ നൽകി 225-ലധികം ചാനലുകൾ കൂടുതൽ ദൃശ്യ ശ്രാവ്യ മിഴിവോടെ ആസ്വദിക്കും. കേരള വിഷൻ ഡിജിറ്റൽ TV എന്നും ജനങ്ങളോടൊപ്പം. വാർത്തകൾ തുടരുന്നു. കുമരനെല്ലൂർ മാർക്കറ്റിനോടുള്ള കപ്പൂർ പഞ്ചായത്തിന്റെ അവഗണന തുടരുന്നു. മാർക്കറ്റിലെ കെട്ടിടങ്ങൾ നിലംപൊത്താറായിട്ടും പഞ്ചായത്തിന് അനക്കമില്ല. വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ കെട്ടിടങ്ങളാണ് കാലപ്പഴക്കം മൂലം അപകടാവസ്ഥയിലായിരിക്കുന്നത്. കുമരനെല്ലൂർ ഗ്രാമചന്ത, മീൻ മാർക്കറ്റ്, പഞ്ചായത്ത് ഓഫീസ്, സബ് രജിസ്ട്രാർ ഓഫീസ്, വില്ലേജ് ഓഫീസ് തുടങ്ങിയ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്ന കെട്ടിടങ്ങളും മാർക്കറ്റിലുണ്ട്. സർക്കാർ സ്ഥാപനങ്ങൾ പുതിയ കെട്ടിടങ്ങളിലേക്ക് മാറ്റിയതിനു ശേഷം ഇവ വ്യാപാരികൾക്ക് വാടകയ്ക്ക് നൽകുകയായിരുന്നു. എന്നാൽ വർഷം 30 കഴിഞ്ഞിട്ടും പഞ്ചായത്ത് ഇവിടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ പോലും തയ്യാറായിട്ടില്ല. 15ഓളം കെട്ടിടങ്ങളാണ് മാർക്കറ്റിലുള്ളത്. എന്നാൽ കെട്ടിടങ്ങളുടെ ശോച്യാവസ്ഥ മൂലം 10ഓളം വ്യാപാരികൾ മറ്റു കെട്ടിടങ്ങളിലേക്ക് മാറി. കോഴി, മത്സ്യ വ്യാപാര സ്ഥാപനങ്ങൾ മാത്രമാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത്. കെട്ടിടത്തിന്റെ ചുമരുകൾക്ക് വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. കമ്പികൾ ദ്രവിച്ച അവസ്ഥയിലുമാണ്. പഞ്ചായത്തിന് കീഴിലുള്ള മറ്റു കെട്ടിടങ്ങളെല്ലാം നവീകരിച്ചിട്ടും മാർക്കറ്റിനോടുള്ള പഞ്ചായത്തിന്റെ അവഗണന തുടരുകയാണ്. മാർക്കറ്റിലെ കെട്ടിടങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്തി ഉപയോഗപ്രദമാക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ നിരവധി തവണ പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. വ്യാപാരികളിൽ നിന്ന് കൃത്യമായി മാസവാടക പിരിച്ചിട്ടും കെട്ടിടങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്താത്ത പഞ്ചായത്തിന്റെ നിലപാടുകൾക്കെതിരെ ശക്തമായ സമരപരിപാടികൾക്കൊരുങ്ങുകയാണ് നാട്ടുകാർ. ഭാരതപ്പുഴ സംരക്ഷണത്തിനായി ഒരു പോലീസ് സ്റ്റേഷൻ വേണമെന്ന ആവശ്യത്തിന് പ്രസക്തിയേറുന്നു. വർദ്ധിച്ചുവരുന്ന മണൽക്കൊള്ള അധികൃതർക്ക് തടയാനാകാത്തതാണ് പുഴ സംരക്ഷണത്തിന് മാത്രം ഒരു പോലീസ് സ്റ്റേഷൻ എന്ന ആശയം ഉയർന്നു വരുന്നത്. നിലവിൽ തൃത്താല, പട്ടാമ്പി പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ദൂരെയുള്ള കടവുകളിലാണ് മണൽക്കൊള്ള കൂടുതലായി നടക്കുന്നത്. ഈ ഭാഗങ്ങളിലേക്ക് പോലീസിനെ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടാണ് മണൽ കടത്തുകാർക്ക് തുണയാകുന്നത്. ദിവസം തോറും 100 കണക്കിന് ലോഡ് മണലാണ് ഭാരതപ്പുഴയിൽ നിന്നും കൊള്ളയടിക്കപ്പെടുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്നും ഏറെ ദൂരെയുള്ള കുമ്പിടിയിൽ മാത്രം നിരവധി അനധികൃത കടവുകളുമുണ്ട്. ഈ ഭാഗങ്ങളിൽ പോലീസ് എത്തുമ്പോഴേക്കും മണൽ കടത്തുകാർക്ക് മണൽ കടത്താനുള്ള സമയം ലഭിക്കുന്നുണ്ട്. പോലീസിന് തിരക്കുള്ള ദിവസങ്ങളിലും മണൽക്കൊള്ള തകൃതിയാണ്. ഈ സാഹചര്യത്തിലാണ് പുഴ സംരക്ഷണത്തിനായി മാത്രം ഒരു പോലീസ് സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ഉയർന്നു വരുന്നത്. ഇനി ജനശബ്ദം. കേരളത്തിലെ അപകട പരമ്പരകളുടെ മുഖ്യ കാരണം റോഡുകളുടെ ശോചനീയാവസ്ഥയാണ്. റോഡുകളുടെ നവീകരണത്തിന്റെ വകയിൽ ഫണ്ടുകൾ ചിലവഴിക്കുമ്പോഴും റോഡുകളുടെ അവസ്ഥയ്ക്ക് മാറ്റമില്ലാതെ തുടരുന്നു. കുണ്ടും കുഴിയും നിറഞ്ഞ ഇത്തരം റോഡുകളിൽ അപകടങ്ങളും നിത്യസംഭവമാണ്. സംസ്ഥാന പാതയെന്നോ പഞ്ചായത്ത് റോഡെന്നോ വ്യത്യാസമില്ലാതെയാണ് കേരളത്തിലെ പാതകൾ തകർന്നു കിടക്കുന്നത്. കുണ്ടും കുഴിയും നിറഞ്ഞ ഇത്തരം പാതകളിലൂടെയാണ് കേരള ജനത യാത്ര ചെയ്യുന്നത്. ദിനംപ്രതി നിരവധി കുഴികൾ കടന്നു വേണം മലയാളിക്ക് അവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിലെത്താൻ. മഴക്കാലമായാൽ പിന്നെ സ്ഥിതി ഇതിലും മോശമാണ്.
പുതുതായി നിർമ്മിക്കുന്ന റോഡുകൾ പോലും ദിവസങ്ങൾക്കുള്ളിൽ തകർന്ന് യാത്രായോഗ്യമല്ലാതാവുകയും ചെയ്യുന്നു. പട്ടാമ്പി മേഖലകളിലെയും റോഡുകളുടെ അവസ്ഥയ്ക്ക് യാതൊരു വ്യത്യാസവുമില്ല. പല റോഡുകളും മേഖലയിൽ തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. അധികൃതർ ആരും തന്നെ ഇതൊന്നും അറിഞ്ഞമട്ട് കാണിക്കുന്നതേയില്ല. കഴിഞ്ഞ ദിവസം നടന്ന പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗത്തിലും മേഖലയിലെ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ വൈകുന്നതിനെതിരെ രൂക്ഷ വിമർശനമുയർന്നിരുന്നു. മഴയാണ് അറ്റകുറ്റപ്പണികൾ വൈകുന്നതിന് കാരണമെന്ന് PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. റോഡുകളുടെ ശോചനീയാവസ്ഥയും വാഹനങ്ങളുടെ വേഗതയും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. നിരവധി അപകടങ്ങളാണ് മേഖലയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രദേശത്തെ തകർന്നു കിടക്കുന്ന റോഡുകൾ അറ്റകുറ്റപ്പണികൾ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. വിവിധ പ്രതികരണങ്ങളിലേക്ക്. അനുവദിക്കുന്ന ഫണ്ട് യഥാർത്ഥ വിധത്തിൽ വിനിയോഗിക്കപ്പെടുകയാണെങ്കിൽ, ശാസ്ത്രീയമായി വിനിയോഗിക്കപ്പെടുകയാണെങ്കിൽ നമ്മുടെ റോഡുകളൊക്കെ വളരെ നിലവാരമുള്ളതായിരിക്കും. കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമുക്ക് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ പട്ടാമ്പി പാലക്കാട് റോഡൊക്കെ 10-15 വർഷത്തോളമായി നിർമ്മാണം കഴിഞ്ഞിട്ട്, പക്ഷെ അതിൻ്റെ ഇന്നും ആ നിർമ്മിച്ച അതേപോലെ തന്നെ അതിന് യാതൊരു മാറ്റവും കേടുപാടില്ലാതെയാണ് ഇന്നും ഉള്ളത്. കാരണം അതിൻ്റെ നിർമ്മാണത്തിലുള്ള ശാസ്ത്രീയമാണ് അതിൻ്റെ ഉള്ളത്. പക്ഷേ അതിൻ്റെ കോൺട്രാക്ട് അതിദാരുണമായി മരണപ്പെടുകയുണ്ടായത് ഈ ഫണ്ട് യഥാർത്ഥത്തിൽ അനുവദിക്കാത്ത രീതിയിൽ ഉദ്യോഗസ്ഥന്മാരുടെ പങ്കാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ സേവിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിന് മുമ്പൊക്കെ നമുക്ക് വേണ്ടി നമ്മളെ ഒരുപാട് സേവിക്കാം എന്നൊക്കെ പറഞ്ഞു വരുന്ന ജനപ്രതിനിധികൾ, നാടിൻ്റെ വികസനം പറഞ്ഞുകൊണ്ട് വരുന്ന ജനപ്രതിനിധികൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, അധികാരത്തിൽ കഴിഞ്ഞാൽ, ജനപ്രതിനിധി കഴിഞ്ഞാൽ സ്വന്തം പോക്കറ്റ് വികസിപ്പിക്കുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു രീതിയുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് പുതിയ റേറ്റ് റിവിഷൻ നിലവിൽ വരാൻ പോകും. ഈ റേറ്റ് റിവിഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ടെൻഡർ കൊടുത്ത വർക്കുകളൊക്കെ തന്നെ മാറ്റി പുതിയ ടെൻഡർ വെക്കേണ്ട അവസ്ഥയിലേക്ക് വരും. ടെൻഡർ വിളിക്കാൻ പോകുന്ന ടൈമുകളൊക്കെ തന്നെ കഴിയും. ഇനി ടെൻഡർ വിളിക്കുമ്പോൾ പുതിയ റേറ്റ് റിവിഷൻ വെച്ചാണ് ടെൻഡർ വിളിക്കുന്നത്. ആ ടെൻഡർ കഴിഞ്ഞാൽ തന്നെ സമയങ്ങളെടുത്താണ്, എത്രയോ സമയങ്ങളെടുത്താണ് ഈ റോഡുകളിലും മറ്റു വർക്കുകളിലൊക്കെ നടക്കുന്നത്. അപ്പോൾ അതുവരെ ഇപ്പൊ കാണുന്ന ഈ റോഡുകളൊക്കെ വീണ്ടും വളരെ മോശമായ രീതിയിലേക്ക് ജനങ്ങൾക്ക് യാത്രാ സൗകര്യത്തിന് പോയിട്ട് നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കാണ്. ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ റോഡ് വളരെ മോശം. ഇവിടെ ഇലക്ഷന് വരുമ്പോഴുള്ള ജയിച്ചു പോകാനൊന്നും നമ്മൾ കണ്ടില്ല. കംപ്ലീറ്റ് ആ പോക്കാണ് പോയ. പിന്നെ ഒരു ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞു നോക്കില്ല. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ഈ ഭാഗം. പിന്നെ അത്താണി മുതൽ ഉള്ളന്നൂർ വരെ ഈ റോഡ് കേടുന്നെടുക്കാണ്. ഇത് നേരാക്കാൻ കുറേ പ്രാവശ്യമായി ഞങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ ഇതുവരെ നേരാക്കിയിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ നടക്കുന്നത്. റോഡ് ഭയങ്കര മോശം തന്നെയാണ്. രാത്രിയൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ വികസനത്തിന് വേണ്ടിയിട്ട് MLA ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇവിടെ പ്രവർത്തിക്കായിട്ടില്ല. ഒരു കുറച്ച് ഭാഗം റോഡ് പറ്റിയിട്ട് തന്നെ അതാകെ കുഴപ്പമായിട്ട് എടുക്കുക. പണി കോൺട്രാക്ടർമാർ വന്നിട്ടുമില്ല. ഉള്ള പണിനെ വൃത്തിപോലെ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഫണ്ടാകെ ലാപ്സായി കിടക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. ഒരു കോടി പദ്ധതിയാണെന്ന് വെച്ചാൽ നമുക്ക് ചില MLA ഫണ്ടായാലും എന്തെന്നായാലും നമുക്ക് ഉപകാരപ്പെടണ്ടേ. ഇതിപ്പോൾ അവർ ചെന്നുള്ള വഴികളൊക്കെ നാശാക്കിയിട്ട് അത് കൊളാക്കിയിട്ട് കിട്ടില്ലേ. ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷൻ വന്നാൽ ഈ സംഭവം ഒന്നും ഉണ്ടാവില്ല. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.